വചനസാരം വചനസാരം. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം തിരുസഭാ മാതാവിനോട് ചേർന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നാം വിചിന്തനം ചെയ്യുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 58-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കർത്താവിന് അവളുടെ മേല് വലിയ കാരുണ്യം തോന്നി. ദൈവത്തിന് എലിസബത്തിന്റെ മേല് വലിയ കാരുണ്യം തോന്നി അവളെ ഒരമ്മയാകുവാൻ വേണ്ടി ദൈവം അനുവദിക്കുകയാണ്. ഒത്തിരി സഹനങ്ങളിലൂടെ, ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ എലിസബത്തിനെ കർത്താവിന്റെ കാരുണ്യത്താല് തിരഞ്ഞെടുക്കപ്പെട്ട അവളെ അമ്മയാകുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നു. കർത്താവിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് എന്നത്. ദൈവം നമ്മുടെ ഇടയില് സാധാരണക്കാരനായി, മനുഷ്യനായി ജീവിക്കുവാൻ, ജനിക്കുവാൻ തിരുവുള്ളമായതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ദൈവത്തിന് നമ്മളോടുള്ള കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ക്രിസ്മസ്. നമുക്ക് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ കർത്താവിന്റെ കാരുണ്യത്തിന് വിധേയരായി മാറാം. എലിസബത്തിനെ ദൈവത്തിന്റെ കാരുണ്യത്തിന് യോഗ്യതയുള്ളവളായി കണ്ടതുപോലെ നമ്മുടെ ജീവിതം വഴി, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വഴി, നമ്മുടെ പ്രവൃത്തികൾ വഴി ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ കാരുണ്യത്തിന് യോഗ്യതയുള്ളവരായി നമുക്ക് മാറാം. കർത്താവിന്റെ ഏറ്റവും വലിയ കാരുണ്യമായ ക്രിസ്മസ് അനുഭവിക്കുവാൻ, ആഘോഷിക്കുവാൻ വേണ്ടി ഈ ഒരുങ്ങുന്ന ദിനങ്ങളിൽ എലിസബത്തിനെ പോലെ ദൈവഹിതത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനസാരം വചനസാരം.